ശ്രീരാജേന്ദ്രൻ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച മലയാള സിനിമയ്ക്ക് മാത്രമേ ഒരു അടി ഉണ്ടാവുള്ളൂ. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരിന് ഒരു അടി ഉണ്ടായിരിക്കുകയാണ്. KB ഗണേഷ് കുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കാൻ വേണ്ടി DGP. അപ്പൊ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി കൊടുത്ത പരാതി, ആ പരാതിയെ കുറിച്ച് നിജസ്ഥിതിയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ് ഇട്ടിരിക്കുന്നത്. അത് ചെയ്തേ പറ്റൂ. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാവുമ്പോൾ ഏത് പരാതിയായാലും അതിലൊരു അന്വേഷണം വേണം എന്നുള്ള ഒരു പ്രാധാന്യം മാധ്യമങ്ങൾ ഇപ്പൊ നൽകി കാണുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ. അപ്പൊ പോലീസ് അതിനെതിരെ മേൽ നടപടി എടുക്കും. ഇത് കിട്ടി, അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കും. അപ്പൊ KB ഗണേഷ് കുമാറിനെ കുറിച്ച് ഇപ്പൊ അന്വേഷിക്കുമ്പോൾ തെളിവുകൾക്ക് വേണ്ടി വീണ്ടും നമ്മൾ എങ്ങോട്ടാ പോകേണ്ട? ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇപ്പൊ വേറൊരു നിലവിൽ തെളിവുകളൊന്നുമില്ല, പഴയ എല്ലാം ക്ലോസ് ചെയ്ത ഫയലുകളാണ്. അപ്പൊ അവിടെ തെളിവ് അന്വേഷിച്ച് പോകുമ്പോൾ എന്താ പ്രശ്നം? അവിടെ പോയുമ്പോൾ ആരുടെയും പേരില്ല. പുറത്തു വന്ന ഈ രേഖകൾ പ്രകാരം എന്താ ആരുടെയും പേരില്ല. അപ്പൊ പോലീസിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഗവൺമെന്റ് തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ 87 പേജുകൾ. അവിടെയാണ് ഈ മൊഴി ഉള്ളത്. അപ്പൊ മൊഴിയിലെ പേരുകൾ ഉണ്ടാവാനിടയുണ്ട്. അതുപോലെ തന്നെ ഈ മൊഴി വന്ന വഴി, അതായത് വീഡിയോ കോളുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് ജസ്റ്റിസ് ഹേമയുടെ കയ്യിൽ തന്നെയാണ്. അത് ഗവൺമെന്റിന് കൈമാറിയിട്ടുമില്ല. അപ്പൊ അങ്ങോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസിനോ DGPക്കോ ആർക്കുമില്ല. അപ്പൊ ഇത് വഴി അതിന് അന്വേഷണം നടത്തി വേണ്ട പുറത്തൊന്ന് താമസിപ്പിച്ചിട്ട് ഇത് അങ്ങ് മൂടുകയാണ്, ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യുകയാണ് സാധ്യത. അല്ലാത്ത ഒരു അന്വേഷണത്തിന്റെ ഒരു സാധ്യതയൊന്നും ഇതിനകത്തില്ല. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് ഒരു വഴിപാട് പോലെ നിർത്താനുള്ള സാധ്യത ഇതിൽ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതില് ഇപ്പൊ ഹൈക്കോടതി വേറൊരു രീതിയിൽ ഇതിന്റെ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ ഇടയുണ്ട്. അവിടെയാണ് ഗണേഷ് കുമാറിന് കുഴപ്പം വരിക. കാരണം ഇതിന്റെ സകലമാന രേഖകളും ആവശ്യപ്പെട്ടിരിക്കുക. പ്രസിദ്ധീകരിക്കാത്ത 87 പേജ്. ഇപ്പൊ പ്രസിദ്ധീകരിച്ചത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ കോടതി വളരെ ഗൗരവമായിട്ടെടുത്തു. പ്രസിദ്ധീകരിക്കാത്തത് വരുമ്പോൾ കോടതി ഞെട്ടും. എന്ന് മാത്രമല്ല, ജസ്റ്റിസ് ഹേമയുടെ കയ്യിലുള്ള ഈ വീഡിയോ തെളിവുകളും ദൃശ്യ തെളിവുകളും അത് തെളിവാണ്. ഇപ്പൊ തെളിവായിട്ട് അത് സ്വീകരിക്കുന്നുണ്ട്. ആ തെളിവുകൾ വരുമ്പോൾ ഗണേഷ് കുമാറും ചിലപ്പോൾ കൊടുക്കാനുള്ള സാധ്യതകളിലേക്ക്, ഗണേഷ് കുമാർ മാത്രമല്ല പാർട്ടിയുടെ ഒരു MLA ഉണ്ടല്ലോ, ആ MLAയും കൊടുക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് പൊതുവെ വർത്തമാനം. അവിടെ അതിന്റെ ഒരു ഗന്ധം വരുന്നുണ്ട് അവിടെ നിന്ന്. ഇത് മാത്രമല്ല, ഇവരൊക്കെ ചെറിയ ഇരകൾ, ഇതിലും വലിയ ഇരകളും ഒക്കെ അവിടെ ഉണ്ട്. മുടിയൂടാ മന്നന്മാരായിട്ട് ആ സാമ്രാജ്യം ഭരിക്കുന്ന ആൾക്കാർ വേറെയും ഉണ്ട്. അഥവാ ഇല്ലെങ്കിൽ അത് വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ് എന്നൊരു ബോധ്യം ജനങ്ങൾക്ക് വരട്ടെ. നല്ലതല്ലേ? അവർ ശുദ്ധന്മാരാണെന്ന് വരട്ടെ. അതുവരെ സംശയത്തിന്റെ കരുതലിൽ അവരെ മൂടി നിൽക്കും. പുകമറ അവർക്ക് ചുറ്റും ഉണ്ടാവും. സത്യം അഗ്നിശുദ്ധരായിട്ട് അവർ പുറത്തു വരട്ടെ. സത്യം എന്താണെന്ന് തെളിയട്ടെ. അതല്ലേ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത്. ആ രീതിയിൽ പോകും. കഴിഞ്ഞപ്പോ അതിനേക്കാൾ വലിയ രസമാണ് മണ്ണാർക്കാട്ട് വെച്ച്. എന്റെ ചോദ്യം ഇതാണ്, DGP ആണ് അന്വേഷണ ഉത്തരവ്. DGPയുടെ ഭരണം മൊത്തം നടത്തുന്ന കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയൻ. അപ്പൊ കേരളത്തിൽ മുഖ്യമന്ത്രി അറിയാതെ സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ അന്വേഷണ ഉത്തരവ് ഇടുവോ? ഒരു അല്ല, DGP ഉത്തരവല്ല ഇട്ടിരിക്കുക. അങ്ങനെയുള്ള ഒരു ഉത്തരവല്ല. പരാതി കെട്ടി ആ പരാതിയെ കുറിച്ച് അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ അതിലും വലിയ പ്രശ്നമാവും, പ്രക്ഷോഭമാവും. നടപടി എടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കസേര ചലിക്കാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ വൻപിച്ച പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ തന്നെ കോൺഗ്രസ്, മൊത്തം പ്രതിപക്ഷവും. ഇപ്പൊ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അവർ ഈ അവസരം പരമാവധി BJP മുതലെടുക്കും. പ്രക്ഷോഭങ്ങൾ വരും. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രക്ഷോഭങ്ങൾ വന്ന് അബിൻ വർക്കി എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അന്തിച്ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ പോകില്ല. ചർച്ചകളിലും ഇത് വിഷയമാവും, പ്രക്ഷോഭത്തിലും ഇത് വിഷയമാവും. പരാതിയിൽ നടപടിയെടുത്തില്ല, പൂഴ്ത്തിവെച്ചു. ഗണേശരെ കുമാറിനെ രക്ഷിക്കാൻ ശ്രമം നടത്തി. അതേസമയം ഇപ്പൊ ഒരു നടപടി എടുത്തു കഴിഞ്ഞിട്ട് ഹേമ കമ്മിറ്റിയുടെ വാതിൽ ചെന്ന് മുട്ടി അത് തുറന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങ് പോരാ. അതാണ് തന്ത്രം. ആ തന്ത്രത്തിൽ കൂടെ അപ്പൊ നീങ്ങുന്നത്. അതാ ഞാൻ പറഞ്ഞ ഇത് വലിയ കാര്യമായിട്ടൊന്നും വരാൻ പോകുന്നില്ല. അതേസമയം ഹൈക്കോടതി എടുത്തിരിക്കുന്ന നടപടി സ്വമേധയാ എടുത്തതാണ്. അത് വലിയ പ്രശ്നമാകും. സ്വമേധയാ കേസെടുക്കാൻ സ്വമേധയല്ല, അത് ഇതുപോലൊരു ഹർജിയെ തുടർന്നെടുത്താൽ സ്വമേധയാ ഞങ്ങൾ കേസ് കൊടുക്കത്തില്ല, പരാതി കൊടുത്തെങ്കിലും എടുക്കുമെന്നൊരു നിലപാട് ആവശ്യമില്ല. കേസ് എടുക്കാമല്ലോ എന്നാണ് കോടതി പറഞ്ഞത്. കോടതി തിരുത്തി, ഭരണകൂടത്തെ തിരുത്തി കേസ് എടുക്കാമല്ലോ എന്ന് കോടതി വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കേസെടുക്കാവുന്ന കാര്യമാണ്. ഇവരെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെച്ച് നമുക്ക് കേസെടുക്കാൻ പറ്റില്ല എന്ന്. അതെ, അവിടെ ലൈംഗിക അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ അത് മൂടിക്കെട്ടി വെക്കുകയാണോ ഗവൺമെന്റ് ചെയ്യേണ്ടത്? മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, എക്സൈസ് അപ്പൊ അനങ്ങാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? കേരളത്തിനകത്താണിത്, പുറത്തല്ല. ഇവിടെ ഇത് നടക്കുമ്പോ
ഞങ്ങൾക്കൊന്നും അറിയില്ലേ നാമനാരായണ, ഞങ്ങൾ പരാതി എന്നാ നോക്കാം, മയക്കുമരുന്ന് കഴിച്ചാൽ പരാതി കിട്ടണം. ഇങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിച്ചട്ടെ, ഒരാൾ വണ്ടി കൊണ്ടിടിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞു, അയാൾ അങ്ങ് പോയി. ഈ മരിച്ചയാൾ പരാതി വന്നില്ലെന്നും പറഞ്ഞാൽ കേസെടുക്കാതിരിക്കുമോ ഗവൺമെന്റ്? എന്തൊരു വിഡ്ഢിത്തവും അതുപോലെ എന്തൊരു ധിക്കാരവുമാണ് ഈ പറയുന്നത്. ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. ഇതാണ് എന്റെ ചോദ്യം. ഇപ്പൊ മരിച്ച ഒരാള് വന്ന് പരാതി തരാൻ പറ്റില്ല, അതുകൊണ്ട് ഈ കേസ് അങ്ങ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം മൊഴി തന്നു കഴിഞ്ഞാൽ ഞങ്ങള് കേസെടുക്കാം, വന്ന് മൊഴി നൽകണം പോലും. ഇതുപോലെ അപമാനിക്കപ്പെട്ട് അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ട് ലൈംഗിക ആക്രമണത്തിനെതിരെയായ ഇരകൾ വന്നിട്ട് അതിജീവിതകൾ വന്ന് പരാതി നൽകണം പോലും. ഇങ്ങനെയാണോ സ്ത്രീകളെ സംരക്ഷിക്കുന്നത് ഗവൺമെന്റ്?